മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. 2 ദിവസമായിട്ട് ഒരു 2009 മോഡൽ മിറ്റ്സുബിഷി പജേറോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് പലരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കും. അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി കച്ചവടം. പറഞ്ഞ പോലെ വണ്ടി കച്ചവടം മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഈ സ്ക്രാപ്പിന്റെ ബിസിനസ് ഉണ്ട്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. യൂസ്ഡ് വെഹിക്കിൾസ് വാങ്ങുന്നു, മറിച്ച് വിൽക്കും. അങ്ങനെ അതിന്റെ അടുക്കാണ് ഒരു മഞ്ഞ പജേറോ ഇടിച്ച് കയറി വരുന്നത്. വണ്ടി എടുത്തു. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യം. മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. ഈ 2009 മോഡൽ പജേറോക്ക് ഈ അച്ചായത്തി കുട്ടി ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഇവന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 10 ലക്ഷം രൂപ. മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ പോയാലും 6 ലക്ഷത്തിന് മുകളിലേക്ക് പോകാത്തൊരു വണ്ടിക്കാണ് 10 ലക്ഷം. അല്ല, അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശം? ഏതെങ്കിലും പൊട്ടന്മാരെ വന്ന് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. നമ്മുടെ കസിൻ ചേട്ടന്റെ വണ്ടിയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലം വറാട്ടുപാറ ട്രിപ്പ് സമയം കലുങ്കിലിടിച്ച് മറിഞ്ഞ അപകടത്തിൽ തകർന്ന വണ്ടിയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത് കാണുന്നത്. മഞ്ഞ പെയിന്റിൽ ഇറക്കുന്നതാണ്. ഉണ്ടല്ലോ, കലുങ്കിൽ ഇടിച്ച് തകർന്ന് അടപടലമായ വണ്ടിയാണിതെന്നാണ് പറയുന്നത് അർത്ഥം. ആ വണ്ടിയാണ് കൊച്ചിക്കാരി ചേച്ചി പറ്റിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപക്ക് വിൽക്കാൻ നടക്കുന്നത്. നീ ആൾക്കാരെ പറ്റിച്ചതല്ലേന്ന്. ഞാൻ എപ്പോഴാണ് ആൾക്കാരെ പറ്റിച്ചത്? ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഈ വണ്ടി ആക്സിഡന്റ് ആയിട്ടില്ലാന്ന്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഭയങ്കരം തന്നെ. ഈ വണ്ടിയുടെ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഒരു 19 പേരെങ്കിലും, 19 അതിനും മേലെ ആളുകൾ എന്റെ വീടിന്റെ താഴെ വന്നിട്ട് ഈ വണ്ടി നോക്കിയിട്ട് പോയിട്ടുണ്ട്. 3 ആളുകൾ വന്ന് നോക്കിയിട്ടും വണ്ടി കച്ചവടമായിട്ടില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.